ഹായ് ഓൾ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയുടെ മണ്ണിലാണ്. കൊല്ലത്ത് യൂനസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത്തവണത്തെ SLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ കൊല്ലത്തെ മിടുക്കന്മാരെയും മിടുക്കികളെയും മലയാള മനോരമയും പാലപ്പള്ളി സ്റ്റഡി സെൻറ്ററും ചേർന്ന് അനുമോദിക്കുന്ന ചടങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് കേവലമായ ആഭ്യന്തര മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വപ്നമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു ഭാവി വാഗ്ദാനങ്ങളായിട്ട് നിങ്ങൾ വളരണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പഠനവും വലിയ മത്സരങ്ങളും ഒക്കെ നേരിടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മാനുഷിക മൂല്യങ്ങൾ കൂടി സൂക്ഷിക്കാനുള്ള ഒരു 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 ആലോചന, അല്ലെങ്കിൽ അതിൽ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ സഹപാഠികൾ ചിലപ്പോൾ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ എത്തിപ്പിടിച്ച ആ വലിയ നേട്ടം ലഭിക്കാത്തവരുണ്ടാവും. അവരെയും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അവരോട് സ്നേഹം വേണം, സമഭാവന വേണം. അതോടൊപ്പം മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അവരോട് വാത്സല്യം, അവരോട് സ്നേഹം കാണിക്കണം. അവർക്കുള്ള പരിചരണം കൊടുക്കണം. രക്ഷിതാക്കളോട് സ്നേഹം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഇനിയും കൂടുതൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ.
അപ്പോൾ ചടങ്ങ് കഴിഞ്ഞ് ഇറങ്ങി വന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ, എൻ്റെ പേര് സൽമായസ്. ഞാൻ കണ്ണനല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് മലയാള മനോരമ പത്രത്തിൽ നിന്നായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലെ മിക്ക കുട്ടികളും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം A+ ആയിരുന്നു. അപ്പം അവർക്കെല്ലാം ഒരു എൻകറേജ്മെൻ്റ് ആയി, ഒരു മോട്ടിവേഷൻ ആയി. ഞങ്ങൾക്ക് കുറേ കോഴ്സുകളെ പറ്റി അറിയാൻ പറ്റി. ആൻഡ് താങ്ക്സ് ടു ബ്രില്യൻ ആൻഡ് മനോരമ. നല്ല രീതിയിലൊരു പ്രോഗ്രാമായിരുന്നു. ബ്രില്യൻറ്റും മനോരമയും കൂടി സംഘടിപ്പിച്ചത് കുട്ടികൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എൻ്റെ പേര് റിസാന. ഞാൻ കടക്കിൽ നിന്ന് വരുന്നു. GVHSS കടക്കിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ഇത് അറിയുന്നത് ന്യൂസ് കണ്ടിട്ടാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇവിടെ നയിച്ചിരുന്നത്. ഒരുപാട് ഏത് കോഴ്സിൽ തിരഞ്ഞെടുക്കണം, എങ്ങനെയൊക്കെ പോകണം എന്ന ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഇനി എങ്ങോട്ട് തിരയണം, എങ്ങോട്ട് പോകണം എന്ന് എല്ലാം ഞങ്ങൾക്ക് അറിയാൻ പറ്റി. എൻ്റെ പേര് ബിൻഷാന സ്വാലിഹ. ഞാൻ കടയ്ക്കൽ ചിങ്ങേരിയിലെ GVHSS കടയ്ക്കലെ വിദ്യാർത്ഥിനിയാണ്. ഞാൻ പത്രത്തിലൂടെയാണ് ഇത് വായിക്കുന്നതും പിന്നെ ഇവിടെ വരുന്നതും. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് കയറുമ്പോൾ എന്താണ് ബ്രില്യൻ്റ് എന്നും ഇനി എന്താ നമ്മൾ ഭാവി എന്നും ഒക്കെ ഉള്ള ക്ലാസ്സൊക്കെ ഒരുപാട് കേട്ടു. ഒരുപാട് സന്തോഷമായി. താങ്ക്സ് ടു ബ്രില്യൻ്റ് ആൻഡ് മനോരമ ടീം. എൻ്റെ പേര് അലോന. ഞാൻ ഇരയൂരത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ കൂടെ അമ്മ, അനിയത്തി ഉണ്ട്. അനിയത്തിയുടെ പേര് അന്ന, അമ്മയുടെ പേര് സെബിയ. ഞങ്ങൾ പത്രത്തിൽ കണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ അതിൽ രജിസ്റ്റർ ചെയ്യുകയും ഇവിടെ വരികയും ചെയ്ത്. അപ്പം നല്ല ഗുണകരമായ ക്ലാസ്സുകളായിരുന്നു. നമുക്ക് എങ്ങനെ ഒരു അടുത്ത കടമ്പ എങ്ങനെയാണ്, എന്തെടുക്കണം, അങ്ങനെയൊക്കെ പറ്റി അറിയാൻ പറ്റി. പിന്നെ പാലാ ബ്രില്യൻറ്റിൻ്റെ റിസൾട്ടും അവരുടെ ട്യൂഷൻ സെൻറ്ററിൽ പഠിച്ച ഉള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലായി. പിന്നെ അത് ഞങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യും. നല്ലൊരു അനുഭവമായിരുന്നു. എൻ്റെ പേര് സ്റ്റെഫിൻ. എൻ്റെ പേര് സെയ്തലി. എൻ്റെ വീട് കളപ്പാക്കടയാണ്. എൻ്റെ വീട് ഐത്തിൽ, കൊല്ലം. ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ പറ്റി കുറേ ന്യൂസിൽ കേട്ടാണ് വന്നത്. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. മാതാപിതാക്കളുടെ മുൻപിൽ വളരെ നല്ല അംഗീകാരം ലഭിച്ച പറ്റിയ ഒരു അവസരം ഞങ്ങൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി. കരിയർ ഗൈഡൻസിൽ സാർ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ആദ്യം ബ്രില്യൻസിനും മനോരമയ്ക്കും ഒരു വലിയ താങ്ക് യു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കി തന്നതിന് ഒരുപാടധികം സന്തോഷമുണ്ട്. +1 +2ലേക്കുള്ള ബാക്കി നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടി. വളരെയധികം ഉപകാരപ്പെട്ടതായിരുന്നു. പിന്നെ നമുക്കൊരു അംഗീകാരം, ഒരു വർഷത്തെ കഷ്ടപ്പാടിനുള്ള ഒരു അംഗീകാരം എന്ന് പറയുന്ന ഒരു മെഡലും കിട്ടി. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അതിന് ബ്രില്യൻസിനും മനോരമയ്ക്കും ഈ വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.